ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. 1 സെക്കൻഡ്. പ്രസൻറ്റേഷൻ വിൻഡോ ഷെയർ ചെയ്തിട്ടില്ല. വെരി സോറി. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമേ. ആഡ് കൊടുത്തു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന കാണും. ഓക്കെ. സോ ഇന്ന് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഫോർ വിമൻ, ചിൽഡ്രൻ, മൈനോറിറ്റീസ് ആൻഡ് പ്രിസണേഴ്സ്. ഓക്കെ. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്ക് ഭയങ്കര ഫാക്ച്വലാണ്. ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കുറേ ടോപ്പിക്കുകളൊക്കെ നമുക്ക് ചോദിക്കും. ഷോർട്ട് ആൻസറായിട്ട് എസ്സേ ആയിട്ട് നമ്മൾ ചോദിക്കും. അപ്പോൾ നമുക്ക് കുറേ ആക്റ്റുകളൊക്കെ പറയണം. അതുപോലെ പറഞ്ഞുള്ള ആർട്ടിക്കിൾസൊക്കെ നമുക്ക് പറയണം. കുറച്ച് കമ്മീഷൻസിനെ കുറിച്ച് പറയണം. പിന്നെ കുറേ റെഗുലേഷൻ്റെ നിയന്ത്രണങ്ങൾ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയണം. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് അല്പം ഫാക്ച്വലാണ്. ബോറിംഗ് ഒന്നും പറയുന്നില്ല, ഫാക്ച്വലാണ്. പക്ഷേ ഇത് ഒറ്റയടിക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് വായിക്കാതെ പോയി എഴുതി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് എഴുതാൻ കാണുമല്ല. അതിൻ്റെ അകത്ത് പറയുന്ന റെലവൻ്റ്, ഉദാഹരണം വിമൻ പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള പല നിയന്ത്രണ ആക്റ്റുകളും ഉണ്ട് വിമനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഡൊമസ്റ്റിക് വയലൻസിനെതിരെയുള്ള ആക്ട്, അതുപോലെ തന്നെ വർക്ക് പ്ലേസിലുള്ള സെക്സ്വൽ ഹാരസ്മെൻറ്റിനെതിരെയുള്ള ആക്ട്, ഈക്വൽ പേയ്ക്ക് വേണ്ടിയിട്ടുള്ള ആക്ട്, ഇങ്ങനെ പല ആക്റ്റുകളുണ്ട്. ഈ ആക്റ്റുകളിലൊക്കെ പേര് നമ്മൾ പറയണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ ടോപ്പിക്ക് ശരിക്കും ഫാക്ച്വലാണ്. കുറേ പോയിൻറ്റുകൾ വെച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അതിനെ കാണണം. അതുപോലെ തന്നെ നമ്മൾ വെറുതെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പേര് കേട്ടിട്ട് വെറുതെ ഗ്യാസ് അടിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണെന്ന് വിചാരിക്കരുത്. should incorporate at least 50-60% content. The remaining you can explain incidents from daily life like that, but basically this content should be there. Okay, so let us start this class. Good morning once more for all the latecomers. നമ്മുടെ ടോപ്പിക്ക് ഒന്നിക്കോടെ പറയട്ടെ. ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വിമൻ, ചിൽഡ്രൻ, മൈനോറിറ്റീസ് ആൻഡ് പ്രിസണേഴ്സ്. ഓക്കെ. വിമൻ, ചിൽഡ്രൻ, minorities and prisoners. Okay, so now there are several national commissions related to human rights. Okay, we are mentioning that as part of this topic. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കുറേ കമ്മീഷൻസിനെ കുറിച്ച് പറയാം. നിങ്ങൾ പത്രത്തിൽ കേട്ടു, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് വിശദീകരണം ചോദിച്ചു, നാഷണൽ കമ്മീഷൻ ഫോർ SC/ST വിശദീകരണം ചോദിച്ചു, ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ വിമൻ നാഷണൽ കമ്മീഷൻ ഫോർ അവർ വിശദീകരണം ചോദിച്ചു. നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ ഇവരൊക്കെ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു പോകും. അപ്പോൾ ഇവരൊക്കെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന പല നാഷണൽ കമ്മീഷൻസ്, അവർ ചില ഹ്യൂമൻ റൈറ്റ് കമ്മീഷനായിരിക്കും ഡയറക്റ്റായിട്ട് ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധമുള്ളത്. മറ്റുള്ളതൊക്കെ ആ റെലവൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ ബാക്ക്വേർഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, ദെൻ അതർ മൈനോറിറ്റീസ് ഓൾസോ ദർ, സോ ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളതും ആകാം. അപ്പോൾ ഇവയൊക്കെ ബേസിക്കലി നമ്മൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധമില്ലെന്ന് നമുക്ക് തോന്നിയാലും ആ റെസ്പെക്റ്റീവ് ഗ്രൂപ്പിൻ്റെ റൈറ്റുകൾക്ക് വേണ്ടി അവകാശപ്പെട്ട റൈറ്റുകൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന റൈറ്റ്, മൈനോറിറ്റീസ് റൈറ്റ്, SC/ST വിഭാഗത്തിലുള്ള റൈറ്റ്, അതല്ലെങ്കിൽ വിമന് വേണ്ടിയിട്ടുള്ള റൈറ്റുള്ള വിമൻ്റെ റൈറ്റിന് വേണ്ടി നിലനിൽക്കുന്ന കമ്മീഷൻ. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വേണം നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യം ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ മാത്രമല്ല ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റിന് വേണ്ടി നിലനിൽക്കുന്നത്, മറിച്ച് ഈ പർട്ടിക്കുലർ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള SC/ST അതുപോലെ വിമൻ, അവർക്ക് വേണ്ടി കുട്ടികൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിന് വേണ്ടി നിൽക്കുന്ന ഇഷ്ടം പോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്ത ബോഡികളുണ്ട്. ഓക്കെ, പിടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ഹ്യൂമൻ റൈറ്റ് ഫോർ വിമൻ, ചിൽഡ്രൻ, മൈനോറിറ്റീസ് ആൻഡ് പ്രിസണേഴ്സ് അവ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില കമ്മീഷൻസിനെ കുറിച്ച്, ഈ കമ്മീഷൻസ് ആർ ഡെഡിക്കേറ്റഡ് ഫോർ ദി വെൽബീയിങ് ഓഫ് ദാറ്റ് സ്പെസിഫിക് ഗ്രൂപ്പ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു, അതുപോലെ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ. അപ്പോൾ അത് തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ നമ്മളെ ഒരു പൊതു അണ്ടർസ്റ്റാൻഡിങ്ങിന് ഈ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു പൊതുവായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കുന്നത് അല്ലെങ്കിൽ വേഗം മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് വൺ ഈസ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെ നിങ്ങൾ റിസർവേഷൻ്റെ ആംഗിൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്. ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചും ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ പടം അറിയാവുന്ന ഒരു പക്ഷേ റിസർവേഷനെ കുറിച്ചായിരിക്കും, ജോലിയിലുള്ള റിസർവേഷൻ, അതുപോലെ എഡ്യൂക്കേഷണൽ റിസർവേഷൻ. അപ്പോൾ അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ അവർക്ക് നമ്മൾ ഈ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെയും ദളിത് വിഭാഗങ്ങൾക്ക് അല്പം കൂടെ ഒരു സ്ഥാനമുണ്ട്. അവർക്കൊരു
അവർക്ക് സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഏകദേശമൊക്കെ അടുത്തടുത്തൊരു സ്ഥാനമുണ്ട്, തുല്യതയുണ്ട്. നമ്മളാരും എന്താ പറയുക, അവർക്കെല്ലാം നമ്മൾ ഈക്വൽ ട്രീറ്റ്മെൻറ്റാണ്. മറ്റെല്ലാ കമ്മ്യൂണിറ്റിയും നമ്മുടെ സുഹൃത്തുക്കളാട്ടെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് അവരൊക്കെ നമ്മൾ ഭയങ്കര ഈക്വലായിട്ടാണ് കൂട്ടുന്നത്. പക്ഷേ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല. കേരളത്തിന് പുറത്ത് ജാതി വ്യവസ്ഥ ഭയങ്കര സ്ട്രോങ്. അതുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് പല സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനായിരിക്കാം, ലീഗലായിരിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷണലായിരിക്കാം. അപ്പോൾ അതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. സിമിലർലി ദർ ഇസ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. റിമെമ്പർ, ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഓക്കെ, ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. ഷെഡ്യൂൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഷെഡ്യൂൾഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആട്ടോ, നമ്മൾ പിന്നീട് കാണും. ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ വിമന് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷൻ. ഓക്കെ, നിങ്ങൾ കേട്ടുവാണ് അതിൻ്റെ മെമ്പേഴ്സൊക്കെ. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷൻ. ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ബാക്ക്വേർഡ് ക്ലാസ്സസ് പറഞ്ഞാൽ നമ്മൾ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ പലരും അങ്ങനെയാണല്ലോ അത്. അപ്പോൾ നമ്മളെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ ഡിസേബിൾഡ് പേഴ്സൺസ്. ഡിസേബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ചിലപ്പോൾ അവരുടെ അവസ്ഥ, നമ്മൾ ബസ്സിൽ കയറി സീറ്റ് മാറി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര അരിച്ചൊക്കെ ചിലപ്പോൾ തോന്നും കുട്ടികളായിരുന്നു. പക്ഷേ അവരുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കും, ഭയങ്കര ഒരു മോശം അവസ്ഥയാണ്. നമ്മൾ അങ്ങനെ അവരുടെ ജന്മത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു കമ്മീഷൻ ഉണ്ടാക്കി, നാഷണൽ കമ്മീഷൻ ഫോർ ഡിസേബിൾഡ് പേഴ്സൺ. പലതരത്തിലുള്ള ഡിസേബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഡിസബിലിറ്റീസ് മാറുമോ? ഇല്ല. കണ്ണ് കാണാൻ പറ്റും, ചെവി കേൾക്കാൻ പറ്റും, കാലും കൈയില്ലാത്ത, അതുപോലെ തന്നെ എന്താ പറയുക, ഏൽക്കാൻ പറ്റാത്ത എന്തെല്ലാം ഡിസബിലിറ്റീസ് ഉണ്ട്. ഈ ഡിസബിലിറ്റീസ് ഒന്നും മാറില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തുല്യ പരിഗണന കൊടുക്കണം. അവരെ തുല്യ പരിഗണനയല്ല, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കാൻ ഗവൺമെൻറ് കൊടുക്കുന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഓൺ ഡിസേബിൾഡ് പേഴ്സൺസ്. ഓക്കെ, ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ഇതിലെ ഒരു ഹൈഫിനൊട്ടോ ഉള്ളതുണ്ടായിരുന്നു കേട്ടോ, ഹൈഫിനോടെ മിസ് ചെയ്ത് ഫോറുണ്ട്. ഓക്കെ, സോ നാഷണൽ കമ്മീഷൻ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് കേട്ടില്ലേ, നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടാണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ. അത് നമ്മൾ ഇവിടെയെങ്കിലും ഇല്ല. ഉണ്ടെങ്കിലൊക്കെ ഇപ്പം നമ്മളിവിടെ തമിഴ് സംസാരിച്ച ന്യൂനപക്ഷം എന്ന് പറയുമോ, ഇച്ചിരി പാടാ അല്ലേ. തമിഴ്നാട് വലിയൊരു സംഭവം. അവിടെ അത്ര ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ അത്ര വൈദ്യമില്ല. പക്ഷെ നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ ഡോഗ്രി, മനസ്സിലായില്ല, അങ്ങനെ ഒത്തിരി മൈഥിലി, ഓരോ ഭാഷകളുണ്ട്. കേട്ട് കഴിഞ്ഞാൽ ആ ഹിന്ദിയോട് ഭയങ്കര അടുത്ത്. ഡോഗ്രിയൊക്കെ വേറെ കേട്ടോ. ഒത്തിരി ഭാഷാ വൈവിധ്യങ്ങൾ. നോർത്ത് ഈസ്റ്റ് ഇഷ്ടംപോലെ ഭാഷയുണ്ട്. ആൻഡമാനിൽ തന്നെ 3-4 ഭാഷയുണ്ട്. അതിനകത്ത് ബോ എന്ന് പറഞ്ഞൊരു ഭാഷ സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ പറയട്ടെ. ബോ ഭാഷ എന്ന് പറഞ്ഞ ഭാഷയുണ്ട്. ബോ എന്നല്ല, ബോ. ആ ഭാഷ സംസാരിച്ച ഒരാളെ ഉള്ളായിരുന്നു. അത് സ്ത്രീയായിരുന്നു. 2015 0 പോയല്ലേ, 2015 അവർ മരിച്ചുപോയി. ആ ഭാഷ സംസാരിക്കുന്ന ഒരാളെ ഉള്ളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ ആൻഡമാൻ നിക്കോബാറിൽ ഇഷ്ടം പോലെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാണ്ട് കാണും. അപ്പോൾ ആ ഭാഷ സംസാരിക്കുന്ന 10-60 പേരുണ്ടായിരുന്നു. പക്ഷേ അവരിൽ ഏറ്റവും അവസാനം സ്ത്രീ മാത്രമുള്ളായിരുന്നു. അവർ മരിച്ചുപോയി. ഇതുപോലെ തന്നെ നമുക്ക് ഈ നിങ്ങൾ അറിയാലോ, സുനാമി വന്ന വർഷം ഞാൻ മറന്നുപോയി കേട്ടോ. 2001 ആയിരിക്കും. ആണോ? അല്ലല്ല, അത് എർത്ത് സുനാമി വന്ന വർഷം മറന്നുപോയി. സോ വാട്ട് എവർ മേ ബി അല്ലേ, 2001 സുനാമി വന്ന വർഷം വന്നു. വാട്ട് എവർ മേ ബി, ആർ നോട്ട് ഗോയിങ് ബാക്ക് ടു ദി ഇയർ. ഓക്കെ, സോ സുനാമി വന്നപ്പോൾ എന്നാ അറിയാം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ എവിടെ, ഇന്ത്യയുടെ അങ്ങ് ബംഗ്ലാദേശിൻ്റെയും തായ്ലൻഡിൻ്റെയൊക്കെ അടുത്തുള്ള ആൻഡമാൻ നിക്കോബാർ. അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് മലാക്ക, ഇവിടെ ഇന്തോനേഷ്യ, മലേഷ്യ ഒക്കെ കേട്ടോ. സ്ട്രേറ്റ് ഓഫ് മലാക്കയുടെ അടുത്തുള്ള ആൻഡമാൻ നിക്കോബാർ, ഇവിടെയാണ് ഇന്ത്യ, ഇവിടെ ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ അത്ര അകലെയുള്ള ആൻഡമാൻ നിക്കോബാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളറിയോ? ഇല്ല. നമ്മുടെ അവിടെ നിന്ന് തമിഴ്നാട് സംഭവിച്ചാൽ നമുക്ക് കുറച്ച് ആൻഡമാൻ അവിടെ ഉണ്ടല്ലോ. സുനാമി വന്നപ്പോഴത്തേക്ക് അവിടെ ഒത്തിരി ദ്വീപുകൾ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊന്നും. അപ്പോൾ അവിടെ ഒത്തിരി ട്രൈബ്സ് ഉണ്ട്. ഗ്രേറ്റർ ആൻഡമാനീസ്, അതുപോലെ ഗ്രേറ്റർ സിംഗോളീസ്, ഇങ്ങനെ ഒത്തിരി ട്രൈബ്സ് ഉണ്ട്. ട്രൈബ്സിൻ്റെ ഒരു സ്ഥലമാണ് ഈ ആൻഡമാൻ നിക്കോബാർ. അവിടെയുള്ള ട്രൈബ്സ് ഏതാണെന്ന് അറിയോ? ട്രൈബ് എന്നാണ് പറഞ്ഞത്. അത് അവിടെയുള്ളത് നീഗ്രട്ടോയിഡ്സ്. അപ്പോൾ അവരെവിടെ എങ്ങനെ വന്നു? നീഗ്രട്ടോയിഡ്സ് അവരെങ്ങനെ അവിടെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കൺഫ്യൂഷൻ. ആലോചിച്ച് നോക്കും, മനുഷ്യണ്ടായിട്ട് 4 ലക്ഷം വർഷങ്ങളായി. ഇവിടെ ഒരു 60,000-70,000 BC, 70,000 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതല്ല, നമ്മൾ ഇന്ന് കഴിഞ്ഞ് വൈകുന്നേരം വരെയുള്ള ജോലികളിൽ എന്തെങ്കിലും നമ്മുടെ ഭാവിയല്ല പാഷനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. 70,000 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിരിക്കും ഈ നീഗ്രട്ടോയ് വർഗ്ഗങ്ങൾ എവിടെ വന്നത്? ആൻഡമാനിൽ വന്നത്. അവരൊക്കെ ഇന്ത്യ വന്നോ? ഇന്ത്യ കുറച്ച് വന്നു. ഇവരെങ്ങനെ അവിടെ വന്നത്? വല്ല തടിയിലും കയറി വന്നായിരിക്കും. ഒന്നും വള്ളമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവരവിടെ വന്ന് പലതരത്തിലുള്ള ട്രൈബ്സ് ഉണ്ട്. ഒരു വസന്തം ധരിക്കില്ല, മുടിയൊക്കെ കാണണം, ഭയങ്കര കാപ്പിരി മുടിയാണ് കേട്ടോ. നീഗ്രട്ടോയ്സ് അവരവിടുത്തെ യഥാർത്ഥ വിഭാഗങ്ങളാണ്. അതിലേതാണ്ട് 10-15 ട്രൈബുണ്ട്, 15ഓളം ട്രൈബുണ്ട്.
അതിൽ ചിലർ മറ്റുള്ള മനുഷ്യരെ കാണാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ഒരു ദ്വീപ് പോയി കേട്ടോ സുനാമിക്കകത്ത്. അപ്പോൾ അവിടെ ആ ദ്വീപ് നശിച്ചു പോയപ്പോഴത്തേക്കും അവിടെ ഇനിയിപ്പം ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഗവൺമെൻറ് അന്വേഷണം നടത്തി. ഗവൺമെൻറ് വിമാനത്തെ പോയി, ഗവൺമെൻറ് ആൾക്കാർ വിമാനത്തെ പോയി അവിടെ ചെന്ന് നോക്കി ആരെങ്കിലും ഉണ്ടോയെന്ന് ഒരുത്തനെ പോലും കണ്ടില്ല. അപ്പം കാട്ടിൽ നിന്ന് ഒരുത്തിന് ഓടി വന്ന് ഒരു അമ്പെടുത്ത് ഈ വിമാനത്തിലോട്ട് ചെയ്തു. ഹെലികോപ്റ്ററായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആൾക്കൊക്കെ ഗവൺമെൻറ് മനസ്സിലായി അവിടെ ഒരുത്തനെങ്കിലും ഉണ്ട്, എല്ലാവരും മരിച്ചു പോയിരുന്നു. അത്രമാത്രം അബോറിജിനായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഈ ആൻഡമാനിലുള്ളത്. ആൻഡമാൻ ഭയങ്കര നമ്മുടെ ഇന്ത്യയുടെ സ്ഥലമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇന്ത്യയിലുണ്ട്. നമ്മൾ മതം പറഞ്ഞ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ ഒരു താല്പര്യം നമ്മുടെ ഈസ്റ്റേൺ സൊസൈറ്റി എന്ന നിലയ്ക്ക് നമുക്കുണ്ടല്ലോ. പക്ഷെ നമ്മൾ നമ്മുടെ റേസിനെ കുറിച്ച് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യ ഭയങ്കര നീഗ്രട്ടോയ്സ് നമ്മളിവിടെ ഉണ്ട്, നീഗ്രട്ടോയ്സ് ഉണ്ട്, ചൈനക്കാർ മംഗ്ലോയിഡ്സ് ഉണ്ട് അല്ലേ. നമ്മൾ മെഡിറ്ററേനിയൻസ് ആണല്ലോ, നമ്മൾ പാലിയോ മെഡിറ്ററേനിയൻസ് ആണ്. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയാം. ഞങ്ങളുടെ പാലിയോ മെഡിറ്ററേനിയൻ പുരാതന മെഡിറ്ററേനിയൻ വർക്കമാണ് ആര് നമ്മളെന്ന് പറഞ്ഞാൽ ദ്രാവിഡിയൻസ്. ദ്രാവിഡിയൻസ് ആർ ആക്ച്വലി പാലിയോ മെഡിറ്ററേനിയൻസ്. നോർത്ത് ഇന്ത്യൻസ് ആർ വാട്ട് വി ക്യാൻ സേ ദേ ആർ ആര്യൻസ്. മോസ്റ്റ് ഓഫ് ദം ആർ ആര്യൻസ്. ദേ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൽപ്പനോയിഡ്സ്, കോക്കസോയിഡ്സ് അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുന്നവരായി നോർത്ത് ഇന്ത്യൻസ്. ഒത്തിരി പേര് കേട്ടോ, ഭൂരിപക്ഷം എന്നല്ല, കുറച്ച് പേര് അങ്ങനെ ആര്യൻസ് അങ്ങനെ അവിടെ നിന്ന് വന്നവരാ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകമാണ്, ശരിയല്ലേ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകമാണ്. ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യ അത്രയും പ്രധാനം. ഇപ്പം ചൈനയിൽ അങ്ങനെ ഉണ്ടാവും. ചൈന നിങ്ങൾ ചിന്തിച്ച് 95% വിഭാഗങ്ങളും ഒരുപോലെ ഇരിക്കും. ഒരു ചൈനക്കാരനും വേറെ ചൈനക്കാരനും കണ്ട വ്യത്യാസം നമുക്ക് തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ കാരണം അവരല്ല അത് എന്നാ ബോറിംഗ് ആണെന്ന് വിചാരിച്ച് നോക്കിയോ. അപ്പോൾ ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ എന്നാ വ്യത്യാസം. അപ്പോൾ ഇന്ത്യ ലോകം തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ഒരു വലിയ രാജ്യമാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇത്രയധികം ഉള്ള വേറൊരു രാജ്യവും ഇല്ല. അമേരിക്കയിലൊക്കെ കാണുമായിരിക്കും, പക്ഷേ അമേരിക്ക കുടിയേറി ഉണ്ടായതാണ്, ഇവിടുത്തെ വേറെ നാച്ചുറലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുണ്ടല്ലോ ഈ SC/STസിനെയും അതുപോലെ തന്നെ മൈനോറിറ്റീസിനെയും, എസ്പെഷ്യലി ലിംഗ്വിസ്റ്റിക് ആൻഡ് അതർ മൈനോറിറ്റീസ്, വെൻ വി ആർ ഗിവിങ് എ കൺസിഡറേഷൻ ടു ദം, ഇറ്റ് ഇസ് എ നെസസിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റേഷ്യൽ അല്ലെങ്കിൽ എത്തനിക് മൈനോറിറ്റിക്ക് നമുക്കൊരു പ്രാധാന്യം കൊടുത്തേ പറ്റൂ. ഓക്കെ, സോ മൈനോറിറ്റീസ് പലവിധമുണ്ട്. നമ്മളെ ഭാഷ മൈനോറിറ്റി അല്ലെങ്കിൽ റിലീജിയസ് മൈനോറിറ്റി ഒക്കെ ആണല്ലോ പറയുക. SC/ST ഇതെല്ലാം അവർക്ക് വേണ്ടിയിട്ട് എല്ലാ നാഷണൽ കമ്മീഷൻസ് ഉണ്ട്. ഓക്കെ, നൗ we are coming to the next topic, different legislative measures for the protection of human right. പല ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമമാണ് ലെജിസ്ലേഷൻ. അപ്പോൾ പാർലമെൻറ്റ് എന്തൊക്കെ നിയമങ്ങളാണ് പാസ്സാക്കിയത് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി? പാർലമെൻറ്റ് വിമനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു റൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂമൻ റൈറ്റിൻ്റെ കീഴിൽ വരും, ശരിയല്ലേ. പാർലമെൻറ്റ് ചിൽഡ്രനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂമൻ റൈറ്റിൻ്റെ കീഴിൽ വരും. ചിൽഡ്രൻ കേട്ടോ, ചിൽഡ്രന് വേണ്ടി ഒത്തിരി റൈറ്റുകൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പാർലമെൻറ്റ് SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി റൈറ്റ് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് പെടും, ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളെയൊക്കെ നമ്മൾ ഹ്യൂമൻ റൈറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണണം. So, India has passed several legislations for the protection of human rights. These include the Protection of Human Rights Act 1993, Protection of Women and Domestic Women from Domestic Violence Act. Domestic violence എന്നറിയാലോ, ഗാർഹികമായ വയലൻസ് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. വിമൻ ആണല്ലോ ഈ ക്ലാസ്സിൽ കൂടുതൽ അവർക്കറിയാം. ദെൻ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആക്ട്, എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, കുട്ടികളെ കൊണ്ട് എന്തായാലും ജോലിയെടുപ്പിക്കരുത്. നമ്മൾ വീട്ടിൽ അമ്മ പറയും നിങ്ങളോട് കാപ്പി ഉണ്ടാക്കാൻ ചായ ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയോട് നിങ്ങൾ പെൺകുട്ടികളാണ് പറയുക, അമ്മ എന്താണ് ശൈശവവേലയ്ക്ക് നിർബന്ധിക്കാമെന്നൊക്കെ ചുമ്മാ കളിയാക്കി പറയാറുണ്ടല്ലോ. അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ എന്താണ് നമ്മൾ വീട്ടിലെ ജോലിയല്ല, അത് മറിച്ച് പുറത്ത് ഫാക്ടറികളിലാണ് പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത്. ഫാക്ടറികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെ ജോലി എടുപ്പിക്കരുത്. Okay, then Protection of Human Rights Act is a dedicated act to protect human rights in India. The act defines human rights. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇന്ത്യയുടെ ആക്ട് ആണല്ലോ. റൈറ്റ്സ് റിലേറ്റിംഗ് ടു ലൈഫ് ഫസ്റ്റ്, ലിബർട്ടി സെക്കൻഡ്, ഇക്വാളിറ്റി ആൻഡ് ഫോർത്ത് dignity of the individual guaranteed by the constitution or embodied in the international conventions. ഏതൊക്കെയാണ് ഇന്റർനാഷണൽ കൺവെൻഷൻ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ശരിയല്ലേ. അതുപോലെ തന്നെ എന്താണ് കൺവെൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്, കൺവെൻറ്റ് ഓൺ സോഷ്യൽ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്, എല്ലാം നമ്മൾ കണ്ടതാണ് ആ ഇൻ്റർനാഷണൽ കൺവെൻറ്റ്, ശരിയല്ലേ. പിന്നെ അത് കോർട്ടിൽ എൻഫോഴ്സ് ചെയ്തത് അല്ലേ, ശരി. എന്താണ് റൈറ്റ് ടു പ്രൈവസി, ശരിയല്ലേ. റൈറ്റ് ടു എന്താണ് ഡ്രിങ്കിങ് വാട്ടർ, ക്ലീൻ എൻവയറമെൻറ്റ്, ശരിയല്ലേ. അപ്പോൾ റൈറ്റ് ടു ലൈഫ്, ഒത്തിരി കാര്യങ്ങൾ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ വിശീർണം കൊടുത്തോ കോടതിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഇവരുടെ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് ഇവർ കൊടുത്തേക്കുന്ന ഡെഫിനിഷനാണ് ഹ്യൂമൻ റൈറ്റ് ആക്ടിൽ, ഹ്യൂമൻ റൈറ്റ് ആക്ട് കൊടുക്കേണ്ട ഡെഫിനിഷൻ. റൈറ്റ്സ് റിലേറ്റഡ് ടു ലൈഫ്, ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ guaranteed by the constitution
ഫസ്റ്റ് ആൻഡ് എംബോഡിഡ് ഇൻ ദി ഇൻ്റർനാഷണൽ കൺവെൻസ്. സെക്കൻഡ് മറക്കരുത്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ, കൺവെനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്, കൺവെനൻ്റ് ഓൺ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചർ റൈറ്റ്. ഓക്കെ, ദെൻ എൻഫോഴ്സ്ഡ് ബൈ കോർട്സ് ഇൻ ഇന്ത്യ. കോർട്സ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും, പ്രൈവസി റൈറ്റ് എന്ന് പറഞ്ഞാലും, അപ്പോൾ അതെല്ലാം എന്തിൽ വരും? ഹ്യൂമൻ റൈറ്റ് വരും. ഇപ്പോൾ ഈ ഒരു ഡെഫിനേഷനിൽ തന്നെ നമ്മൾ പഠിച്ച ഒത്തിരി കാര്യങ്ങളും പരാമർശിച്ച് പോയി നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ? ഈ ഡെഫിനേഷൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിച്ചു പോയത്, അല്ലെങ്കിൽ ഇനി കുറച്ചൊക്കെ പഠിക്കാനിരിക്കുന്നത്. ഓക്കെ, സോ സ്പെസിഫിക് ലെജിസ്ലേഷൻസ് ആർ ക്രിയേറ്റഡ് ഫോർ ദ റൈറ്റ്സ് ഓഫ് വിമൻ, ചിൽഡ്രൻ, SC/STs ആൻഡ് മൈനോറിറ്റീസ് എക്സെട്ര. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്ക് വേണ്ടി, ഈ വിഭാഗങ്ങൾ മാത്രമാണോ ഇല്ലേ? നമ്മൾ പുരുഷന്മാർ സാധാരണ വിഭാഗക്കാരുള്ള പുരുഷന്മാർക്ക് എന്തും ആകാമല്ലോ, അങ്ങനെയല്ല പറയുന്നത്. പുരുഷൻ നിയമം ഉണ്ടാക്കിയൊരു വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ട് കാണിയല്ലേ നിങ്ങൾ പെൺകുട്ടികൾ ഈ ലോകത്തിലെ സാമൂഹ്യ നിയമങ്ങൾ, സിവിൽ നിയമങ്ങളല്ല, ഭരണഘടനയുള്ള നിയമങ്ങളല്ല, മറിച്ച് സമൂഹത്തിൽ അലിഖിതമായ അൺവൃട്ടനായിട്ടുള്ള ചില നിയമങ്ങളുണ്ടല്ലോ, അല്ലേ? ആ നിയമങ്ങൾക്ക് ആർക്ക് അനുകൂലമാണ്? അത് മെന്നിന് അനുകൂലമാണ്. മെന്നിന് സമൂഹത്തിൽ നിയമം ഉണ്ടാക്കിയത് ഒരു പുരുഷനാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളും ജീവിത രീതിയും. സ്ത്രീകൾക്ക് റൈറ്റ് കൊടുക്കുന്നില്ല. അത് ഇപ്പോൾ ഉദാഹരണം റൈറ്റില്ലെന്നല്ല, സ്ത്രീ ഭയങ്കര നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു ഉദാഹരണം, ഒരു സംരംഭയാകാൻ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ട്. പുരുഷൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സംരംഭകനാണ്, നമുക്ക് രാത്രി ആരെ പോയി കാണാം, അല്ലെങ്കിൽ ഇച്ചിരി താമസിച്ച് വരാം. അങ്ങനെയല്ല, രാത്രി കാണാൻ പോകുന്നില്ല, നമ്മൾ ഇച്ചിരി ഡിലേഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് വർക്ക് നടത്താം. ശരിയല്ല? നമുക്ക് നമുക്ക് സുഹൃത്തിനെ കാണാൻ പോകാം, നമ്മൾ തിരിച്ചു വന്ന് ലേറ്റ് ആയാലും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഒരു വിമൻ സംരംഭകയാണെങ്കിൽ പുറത്ത് പോയി നമ്മൾ ഇച്ചിരി ലേറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. സമൂഹം നമ്മളെ അതിനെ കാണുന്ന വേറൊരു ആംഗിളിലായിരിക്കും. അങ്ങനെ കാണുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദർ ആർ ലിമിറ്റേഷൻസ് ഫോർ വിമൻ, അണ്ടർസ്റ്റാൻഡബിളി, വെൻ വി ആർ വെദർ വി ആർ അക്നോളജിങ് ഓർ നോട്ട്, ദർ ആർ ലോട്ട് ഓഫ് ലിമിറ്റേഷൻ. ദീസ് ലിമിറ്റേഷൻസ് ആർ നോട്ട് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ദീസ് ലിമിറ്റേഷൻസ് ആർ ഡിഫൈൻഡ് ബൈ ദി സൊസൈറ്റി. ശരിയല്ലേ? സൊസൈറ്റി കൊണ്ടുവരുന്ന കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ഭയങ്കര മെൻ ബയാസ്ഡാണ്. അത് ഞാൻ കൂടുതൽ പറയാതെ നിങ്ങൾക്കറിയാം. സോ ദാറ്റ് ഈസ് ദ നീഡ് ഫോർ സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലെജിസ്ലേഷൻസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇല്ലായിരുന്നെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ പുരുഷന്മാർക്ക് 500 രൂപ കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് 400 രൂപ കൊടുക്കും. ശരിയല്ലേ? ഇപ്പോൾ പോലും നമ്മുടെ ഇവിടെ ജോലിക്ക് വരുന്ന പുരുഷന്മാരൊക്കെ സ്ത്രീകളും വരുവാണെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് 400 രൂപ കൊടുക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് 500 രൂപ കൊടുക്കും. പുരുഷന്മാരത് ആവശ്യപ്പെടും, സ്ത്രീകൾ അംഗീകരിക്കുകയും ചെയ്യും. അത് ഫിസിക്കൽ ലേബറിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് പറയാം. പക്ഷേ സാധാരണ അല്ലാത്ത ജോലി സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ വ്യത്യാസം കാണാനുണ്ട്. ശരിയല്ല? മറ്റു വ്യത്യാസങ്ങളെക്കുറിച്ചില്ല. ഒരേ ജോലി 2 പേര് ചെയ്യുമ്പം ഒരേ ജെൻഡർ വ്യത്യാസം എന്ന് പറഞ്ഞ് 2 കൂലി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നേക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ പേ ആണ്, വിത്ത് റിഗാർഡിങ് വാട്ട് എവർ മേ ബി ദ ജെൻഡർ. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വേറെ. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല, റെയിൽവേയിലൊക്കെ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ സ്ത്രീകൾക്ക് ആപ്ലിക്കേഷൻ ഫീസില്ല. അങ്ങനെ ഒത്തിരി അടുത്തുണ്ട് കേട്ടോ. ഒത്തിരി ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ സ്ത്രീകൾക്ക് ആപ്ലിക്കുക, പുരുഷന്മാർക്ക് ആപ്ലിക്കേഷൻ. അത് പുരുഷന്മാരെ തരംതിരിക്കുന്നതല്ല, സ്ത്രീകളെ ഒന്ന് മുമ്പോട്ട് കൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ വിമന് കൊടുക്കുന്ന ഓരോ റൈറ്റിനെക്കുറിച്ചും വിമനായിട്ടുള്ള ഭൂരിപക്ഷമുള്ള ആൾക്കാരും അതിനെക്കുറിച്ച് ബോധേഡാകണം. സോ ദി സൊസൈറ്റി ഈസ് ഈസ്റ്റേൺ സൊസൈറ്റി. നമ്മുടെ എന്താണ്? ഈസ്റ്റേൺ സൊസൈറ്റിയാണ്, അല്ലേ? ഈസ്റ്റേൺ സൊസൈറ്റിയാണ്. നിങ്ങൾക്കറിയാം, വിബിൾഡൺ എന്ന് പറഞ്ഞൊരു ടൂർണമെൻ്റ് ഉണ്ട് ടെന്നീസിന് കേട്ടോ. അതിൻ്റെ മെൻസ് ചാമ്പ്യൻ, വിമൻസ് ചാമ്പ്യനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. വിബിൾഡണിലാണ് ആദ്യമായിട്ട് പുരുഷ ചാമ്പ്യനും സ്ത്രീ ചാമ്പ്യനും ഒരേ പൈസ കൊടുത്തത്. ഒരേ പൈസ എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ സമ്മാനം കൊടുക്കില്ല, സമ്മാനത്തിന് പൈസയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ സമരങ്ങളൊക്കെ, കുറേ ഒരു പ്രഷർ മൂവ്മെൻ്റൊക്കെ ആണ്. ഇപ്പോൾ എല്ലായിടത്തും തന്നെ പുരുഷ ജേതാവിനും സ്ത്രീ ജേതാവിനും ഒരേ പൈസയാണ്. സോ അപ്പോൾ അതിൻ്റെ പുരുഷന്മാരുടെ ടെന്നീസ് ഭയങ്കര സ്മാരകമാണ്, നല്ല ഭയങ്കര സ്പീഡിലാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല കൂടുതൽ ആൾക്കാരൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, then so that is when we are referring about human right, especially with regarding women, you should understand the ground realities. നമ്മുടെ യാഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാവുള്ളൂ. ഓക്കെ, സോ മനസ്സിലായാലോ? വിമൻ, ദെൻ ചിൽഡ്രൻ വേണ്ടി ഒത്തിരി റൈറ്റ് ഉണ്ട്. ചിൽഡ്രനെ ഭയങ്കര ശിക്ഷിക്കുന്ന സെറ്റപ്പൊക്കെ കാണാം. പഞ്ചാബിലൊക്കെ കുട്ടികൾ പഠിച്ചില്ല, കുട്ടികളുടെ തലക്കെട്ട് അടിച്ചു കൊടുക്കും. ഇവിടുന്ന് പോയ ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടോ, ഇങ്ങനെ തലക്കെട്ട് അടിച്ചു കൊടുക്കുന്നു. ഇത് എന്തോരവസ്ഥ! ഈ തലക്കെട്ട് അടിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ ആ നോർത്തിലൊക്കെ അങ്ങനെയാണ്, കുട്ടികൾ തലക്കെട്ട് അടിപ്പിച്ചു കൊടുക്കും. നമ്മളിവിടെ കിഴക്കുമല്ലേ ചെയ്യുന്നത്, ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ കിഴക്ക് ഞുള്ളിപ്പറി വെച്ച് കൊടുക്കും, അങ്ങനെയുള്ള സംഭവങ്ങൾ. അവിടെ എങ്ങനെയാണ് തലക്കെട്ട് അടിപ്പിച്ചു കൊടുക്കും. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അത് ഇപ്പോൾ അങ്ങനെ ഞുള്ളിപ്പറിക്കാൻ പോലും പറ്റില്ല, അല്ലേ? അങ്ങനെ സ്കൂളിലൊന്നും അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പം ചിൽഡ്രന് വേണ്ടി ഒത്തിരി ചിൽഡ്രനെ കൂലി എടുപ്പിക്കാൻ പാടില്ല, വേല എടുപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒത്തിരി SC/STസിന് വേണ്ടിയുള്ള ഒത്തിരി
അവകാശങ്ങൾ, അതുപോലെ മൈനോറിറ്റീസ്, ഇതെല്ലാം നമ്മൾ കാണുമേ. അതിൽ ആദ്യത്തെ കാണാൻ നമുക്ക് സിലബസിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഫോർ വിമൻ. ദെൻ വാട്ട് ആർ ദി റൈറ്റ്സ് ഗിവൺ ടു ദി വിമൻ? വിമൻ ബിലോങ്സ് ടു ദി മാർജിനലൈസ്ഡ് സെഗ്മെൻറ്റ്. ഇപ്പോൾ ഇംഗ്ലീഷിലെ അവരെ വാക്കാം നമ്മൾ, ഒരു സെക്കൻഡേ, സോറി, ഓക്കെ. മാർജിനലൈസ്ഡ് സെഗ്മെൻറ്റ്, മലയാളത്തിലെ കുട്ടികളുണ്ടെങ്കിൽ അവർ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗം, വിമൻ, അങ്ങനെയാണല്ലോ. അപ്പം വിമന് എന്താണ് എപ്പോഴും ഒരു റെസ്ട്രിക്റ്റഡ് റോളാണ്. ഇപ്പം വിമനെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുണ്ടാകും. വീട്ടിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ വീട്ടിലെ കഞ്ഞിയും കറിയും വെക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിയാണ് നമ്മൾ സ്ത്രീകളിൽ ആദ്യം കാണുന്നത്. അപ്പോൾ അത് ഇപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ട്, എന്നാൽ പോലും ഉണ്ടല്ലോ. വി അലോട്ട് സർട്ടൻ വർക്ക്സ് ടു ദി വിമൻ. കഞ്ഞിയും കറിയും പുരുഷന്മാർ വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഈ സ്ത്രീകൾ മാത്രം വെക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പം അവർ ഒതുക്കപ്പെടുക. പല നമ്മൾ അടുക്കളയിലേക്ക് അങ്ങ് ഒതുങ്ങി പോവാണ്, വർക്ക് ഫീൽഡിലേക്ക് വരാൻ പറ്റുന്നില്ല. മാറി സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. സോ ഇൻ അവർ കൺട്രി സെവറൽ മെക്കാനിസംസ് ആർ ദർ ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് വിമൻ. ദ റൈറ്റ്സ് ടു വിമൻ ആർ പ്രൊവൈഡഡ് ഇൻ ഇന്ത്യ അണ്ടർ 2 heads: കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്. നമ്മളത് ഇങ്ങനെ പറയുമ്പോഴേ 2 തരത്തിലുള്ള റൈറ്റ്. സമൂഹത്തിൽ വിമൻ എപ്പോഴും പ്രിവിലേജ് ഇല്ല, അത് നമുക്കറിയാം. ഏത് സമൂഹത്തിലാണെങ്കിലും വിമന് പ്രിവിലേജ് ഇല്ല. കാരണം സമൂഹത്തിൻ്റെ നിയമങ്ങൾ വിമനും മെന്നും തമ്മിലുള്ള ബയോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതൊരു ആധുനിക സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമല്ലത്. ബയോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വിമൻ ആർ വെരി വീക്ക്, വിമൻ ആർ വീക്ക്. വെദർ വീക്ക് മീൻസ് ബയോളജിക്കലി ദേ ആർ കമ്പയർഡ് ടു മെൻ, ദേ ആർ വീക്ക് ഓഫ് കോഴ്സ്. അപ്പോൾ ആ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് സമൂഹത്തിൽ നിന്ന് അവർക്കൊരു ഫെയർ ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് കൊടുക്കുന്നത്, ലീഗൽ റൈറ്റ് കൊടുക്കും. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആർ ദ റൈറ്റ്സ് പ്രൊവൈഡ് ത്രൂ ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ലീഗൽ റൈറ്റ്സ് ആർ ലീഗലി ക്രിയേറ്റഡ് ത്രൂ വേരിയസ് ആക്ട്സ്, പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, റെഗുലേഷൻസ് എക്സെട്ര. റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതും കൂടെ നമ്മളിവിടെ പെട്ടുവരും. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, വിമൻ എന്തൊക്കെ റൈറ്റാണ് ഭരണഘടന കൊടുക്കുന്നത്. നമ്മൾ വിമന് ഒരാൾ കേസ് കൊടുക്കുക, ഒരു വിമൻ കേസ് കൊടുക്കുക എന്തിൻ്റെ പേരിൽ. ഇപ്പം തിരുവനന്തപുരത്ത് നടന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മളത് പരാമർശിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ പരാമർശിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള ലെവലിലേക്ക് പോയി. സോ ഞാനൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ വി ആർ കമ്മിങ് ബാക്ക് ടു ദിസ് ടോപ്പിക്, ബട്ട് വി ഷുഡ് കൺസിഡർ സച്ച് ഇഷ്യൂസ് ഓഫ് സെൽഫ്. കാരണം നമ്മളത് ചുറ്റും അത് നടക്കുന്നത്, അതേക്കുറിച്ച് നമുക്ക് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വിമൻ അങ്ങനെ ഒരു കോടതി പോവാണ്, ഞങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിൻ്റെ വെച്ച്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിമന് എന്തൊക്കെ റൈറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വിമന് കൊടുക്കാനുള്ള റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ നിന്ന് നമ്മൾ കാണുന്നത് നോക്കുക. സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗേൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് സെക്സ്. സെക്സ് എന്ന് ജെൻഡർ എന്നവിടെ. ഓക്കെ, അപ്പം ജെൻഡറിൻ്റെ ബേസിൽ നമുക്കൊരു കാരണവശാലും നമുക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, ട്രാൻസ്ജെൻഡർ. അപ്പം ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് നമുക്ക് ആ ട്രാൻസ്ജെൻഡറിനെ അറിയത്തില്ല. പക്ഷേ അവർക്ക് വേണ്ടി എന്തെല്ലാം റൈറ്റ് ഉണ്ട്, കോളേജിൽ എന്തൊക്കെ റൈറ്റുകൾ വേണം എന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ കേട്ടാണ്, അവരെക്കുറിച്ചൊക്കെ തുറന്ന് നമ്മൾ സംസാരിക്കാൻ ഒന്നേ പറ്റൂ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിലാണെങ്കിൽ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം അവർക്ക് റൈറ്റ് കൊടുക്കുന്നുണ്ട്. അവർ പ്രത്യേകം അവർക്ക് ചില ഒത്തിരി വിഷയങ്ങളുണ്ട്, നമ്മൾ അവരെ സ്വീകരിക്കില്ല, അവർ കൂട്ടുകൂടുക, അവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടുകയില്ല. അപ്പോൾ അങ്ങനെ അവർ ഭയങ്കര മനുഷ്യരിൽ നിന്ന് തിരസ്കരിച്ചിട്ട് പോകുമ്പോൾ അവർക്ക് ചില പ്രൊട്ടക്ഷൻ നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. സോ ദെൻ സെക്കൻഡ്, സ്റ്റേറ്റ് ക്യാൻ ക്രിയേറ്റ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു വിമൻ റൈറ്റ്. ആർട്ടിക്കിൾ 15 വിമൻ റൈറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻസ് ഗവൺമെൻറ്റിന് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയെന്നറിയാം, ഗവൺമെൻറ്റിനോടോ. സ്റ്റേറ്റ് ക്യാൻ ക്രിയേറ്റ് സ്പെസിഫിക് പ്രൊവിഷൻസ് ഫോർ വിമൻ റൈറ്റ്. ആർട്ടിക്കിൾ 15 പറയുന്നത്. 15 പറയുന്നുണ്ട് വിമൻ റൈറ്റിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രൊവിഷൻസ് ക്രിയേറ്റ്. നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ഇൻ ദി നെയിം ഓഫ് ജെൻഡർ ഫോർ എനി എംപ്ലോയ്മെൻറ്റ്. ആർട്ടിക്കിൾ 16. അപ്പം ആർട്ടിക്കിൾ 16 പറയും എംപ്ലോയ്മെൻറ്റ്, പൊതു മേഖലയിലെ ജോലിക്ക് ചെല്ലുമ്പോൾ സ്ത്രീയാണെന്നും പറഞ്ഞ് ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. ബസ്സിലെ കണ്ടക്ടർ ജോലി സ്ത്രീക്ക് കിട്ടിയപ്പം എന്തെല്ലാം പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ബസ്സിലെ കണ്ടക്ടർ സ്ത്രീകൾ ഒത്തിരി പേരുണ്ട്. തൃശ്ശൂർ തൊട്ട് ഇരിങ്ങാലക്കുട ഉള്ള റൂട്ടിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ഒരു ബസ് എൻ്റെ അടുത്തൂടെ വന്നിട്ടുണ്ട്. ആ ബസ്സിൽ ഇങ്ങനെ ഇരിങ്ങാലക്കുട എന്നൊരു സ്ത്രീ ശബ്ദം വിളിച്ചു പറഞ്ഞു. ഞാനിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കി. ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു ബസ്സിൽ ഒരു പെൺകിളി ബസ് നിൽക്കുന്നതിന് മുമ്പ് ചാടി ഇറങ്ങി. അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ബസ് നിൽക്കുന്നതിന് മുമ്പ് ആൺകിളികളാണല്ലോ ചാടി ഇറങ്ങുന്നത്. ബസ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ഡോറൊക്കെ തുറന്ന് പെൺകിളി ചാടി ഇറങ്ങി. എല്ലാവരും വാതിലെ ഡോറിൽ ഇങ്ങനെ അടിച്ചിട്ട്
എല്ലാവരും വിളിക്കുക, കയറി തൃശ്ശൂർ തൃശ്ശൂരാകുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക. അപ്പം അങ്ങനെ അത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിപ്പോയി. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, എന്നിട്ട് ബസ് ഒന്നുകൂടെ നോക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവർ സീറ്റിലും വനിതയാണ്. അപ്പം ഇവിടെ കൂത്താട്ടത്തിനടുത്ത് ഒരു സ്ഥലമുണ്ട്, പേര് ഞാൻ പറഞ്ഞു കേട്ടോ, ഇടയ്ക്കാട്ടുവയൽ എന്നാണ് തോന്നുന്നു. ഇടയ്ക്കാട്ടുവയൽ അങ്ങനെ വനിതകൾ ഒരു ബസ്സൊക്കെ ഓടിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഓർക്കുന്നില്ല. ഇങ്ങനെ ആൾക്കാർ, ഞാൻ കുട്ടികളെ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പം അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ വിമന് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. മനസ്സിലായി? വിമന് ആ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. മെൻ ചെയ്യുന്ന അത്രയും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചില കേസിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ആണ്. So they can do that job as well, So we should give equal treatment to them. So non-discrimination in the name of gender for any employment. Under Article 16 there is the regulation, or rather there is the legal support. States should promote equality in livelihood between men and women. Article 39 ഏതായിരിക്കും? Directive Principles of State Policy. ശരിയല്ലേ? ഓക്കെ, സോ സ്റ്റേറ്റ് ഷുഡ് പ്രൊമോട്ട് ഈക്വാലിറ്റി ഇൻ ലൈവ്ലിഹുഡ്. ജീവിത ഉപാധി കൊടുക്കുന്ന കേസിൽ മെന്നും വിമനും ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. നിങ്ങൾ കേട്ട് കാണും, റേഷൻ കാർഡ് വിമൻ്റെ പേരിലായിരിക്കണം. മെൻ കൊണ്ട് കള്ളു കുടിക്കുന്നതിൻ്റെ പേരിൽ എന്താണ് റേഷൻ കാർഡും PDCയിലെ അരിയൊക്കെ വിമൻ്റെ പേരിലാണ് വരുന്നത്. ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ എന്നെ വെച്ച് കച്ചവടം ചെയ്യരുത്, മനുഷ്യനെ നമ്മൾ ട്രേഡ് ചെയ്യരുത്. അതറിയാലോ, ഞാൻ കൂടുതൽ പറയേണ്ടത്. ദെൻ ഫോഴ്സ്ഡ് ലേബർ നിർബന്ധിതമായിട്ട് ലേബർ, അടിമ ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞാൽ അടിമ ലേബർ ഇങ്ങനെ ചെയ്യരുത്, ഒരാളെ അടിമയെ പോലെ കൂലി വിലയിപ്പിക്കരുത്. ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യമായിട്ടുള്ള കൂലിയായിരിക്കണം കൊടുക്കേണ്ടത്. ഇതെല്ലാം ഡയറക്റ്റ് പ്രിൻസിപ്പിൾസിലേക്കാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റുമാണ്, ഓരോന്നും വ്യത്യാസമുണ്ട്. ദെൻ ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് വിമൻ വർക്കേഴ്സിൻ്റെ ഹെൽത്തും വെൽഫെയറും നോക്കാൻ ഗവൺമെൻറ് ബാധ്യതയുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഡിഗ്നിറ്റി protected in Article 51. Again that of Directive Principles of State Policy. Reservation for women in പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. ശരിയല്ലേ? പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിൽ വിമന് റിസർവേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ള വിമൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന പ്രൊവിഷൻസാണ്. ദെൻ ലീഗൽ റൈറ്റ്സ്. വാട്ട് ആർ ദി ലീഗൽ റൈറ്റ്സ് അവൈലബിൾ ഫോർ വിമൻ? പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട. ഇപ്പം ഭർത്താവിനെതിരെ ഭാര്യ കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അമ്മായിമ്മയ്ക്കെതിരെ ഭാര്യ കേസ് കൊടുക്കുന്നു, മദറിലോ, അപ്പോൾ അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിൻ്റെ പേര് എന്തെല്ലാം കേസുകൾ നിങ്ങൾക്കറിയാം. അതെല്ലാം ഈ ആക്റ്റാണ് വിമനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ദെൻ ഇമ്മോറൽ ട്രാഫിക് ആക്ട്, വിമനിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല, വിമനെ ഇങ്ങനെ കള്ളക്കടത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമനെ ഒരിക്കലും ഇൻഡീസെൻ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം തിരുവനന്തപുരത്ത് നടത്തുന്ന യൂട്യൂബ് വിഷയം നമുക്കറിയാലോ, അതങ്ങനെയാണ്. കമ്മീഷൻ ഓൺ സതി ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ല. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സുന്ദരം തോന്നും. ഡൗറി മേടിക്കാതെയുള്ള കല്യാണം ഇപ്പോൾ നടക്കാറുണ്ടോ? ഉണ്ടായിരിക്കും. ഒരു കൂടി വരുന്നുണ്ട്, ഒരു 40% 50% വരുന്നുണ്ട്. പക്ഷേ ഡൗറി ഒരു വലിയ ഘടകമാണ്. ഡൗറി ഒരു ഭയങ്കര മോശം കാര്യമാണ്. അപ്പോൾ ഡൗറി പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നതാണ് ഗവൺമെൻറ് പറഞ്ഞത്. ഡൗറി ഇപ്പോൾ സൊസൈറ്റിയിലുണ്ടെന്നുള്ളതാണ് ഇല്ലീഗലായി. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളതിനെ ഡൗറിയായിട്ടല്ലായിരിക്കും കാണുന്നത്, സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്ന വിഹിതമായിട്ടായിരിക്കും നമ്മളതിനെ കാണുന്നത്. അപ്പോൾ ഇനിവേ ഡൗറി ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചു വരുത്തുന്നുണ്ടല്ലോ, അവന് തമാശ ഞങ്ങൾ അവനെക്കുറിച്ച് പറയുന്ന, അവനെ കണ്ട ഒരു സ്ത്രീധനം ഒരു പെണ്ണ് കാണാൻ പോയി രാവിലെ, എന്നിട്ട് അവന് ഇത്ര രൂപ സ്ത്രീധനം കിട്ടുമെന്ന് പറഞ്ഞു. ഏതാണ്ട് 10,000 രൂപ സ്ത്രീധനം കിട്ടുന്ന വേറൊരു പെണ്ണ് അവൻ കല്യാണം കഴിച്ചു. തൊട്ടടുത്ത മണിക്കൂറിലാണ് പോയി അടുത്ത ആളെ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ അങ്ങനെ അന്ന് അവനെക്കുറിച്ച് അക്യൂസേഷൻ പറയുന്ന കേട്ടോ, നേരൊന്നുമല്ല, ചുമ്മാ നാട്ടുകാരിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്, നേരൊന്നുമില്ല, കളിയാക്കി പറയുന്ന, യഥാർത്ഥം അവൻ മേടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, so whatever it may be, dowry prohibition act, dowry should be prohibited definitely. Then maternity benefit act എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അവർക്കുള്ള ബെനിഫിറ്റ് അറിയാലോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ഈ ആക്റ്റൊക്കെ എന്നാന്ന് വലിയ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല. അപ്പം എന്താ പറയുക, വിമന് വേണ്ടിയിട്ട് പ്രഗ്നൻസിയുടെ സമയത്ത് കൊടുക്കുന്ന റൈറ്റാണ്. പ്രീ കോൺസെപ്ഷൻ ആൻഡ് പ്രീ നന്താൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക് ആയിട്ട് നമുക്ക് കുട്ടിയായിരിക്കുമ്പോൾ നമുക്കതിനെ ഡയഗ്നോസിസ് ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കാൻ പാടില്ല. രാജസ്ഥാനിലൊക്കെ അങ്ങനെയാണ്. ഹരിയാനയിൽ നമ്മൾ പറഞ്ഞല്ലോ 874 വിമനേ ഉള്ളൂ 1000 പുരുഷന്മാർക്ക്. ആണ് അവർ വിമനെ ഇഷ്ടപ്പെടുന്നില്ല, വിമൻ ഇഷ്ടപ്പെടുന്നില്ല അവർ നേരത്തെ തന്നെ വിമൻ വേണം തീരുമാനിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, തുല്യ പരിഗണന. ദെൻ മുസ്ലിം
വിമൻ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആൻഡ് ഡൈവേഴ്സ് ആക്ട്, അത് മുസ്ലിം വിമിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഇന്ത്യൻ പീനൽ കോഡ് അഗൈൻസ്റ്റ് ഡൗറി, ഡെത്ത്, റേപ്പ്, കിഡ്നാപ്പിംഗ്, ക്രൂവൽറ്റി ആൻഡ് അതർ ഒഫൻസസ്. അപ്പോൾ ഇങ്ങനെയുള്ള വിമനെ പിടിച്ച് ഇടിക്കുക, അങ്ങനെ കിഡ്നാപ്പിങ്, ക്രൂവൽറ്റി, അതർ ഒഫൻസസ് ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ IPCയുടെ കീഴിൽ ശിക്ഷ വരും. അപ്പം പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. IPC ഇന്ത്യൻ പീനൽ കോഡിൻ്റെ വിമൻ്റെ 2 അടി വെച്ചെടുത്ത് നമ്മൾ സിവിൽ കുഴപ്പമാണ്, നമ്മളെ 2 ദിവസം പിടിച്ചിടുമെന്ന് വിചാരിക്കേണ്ട. IPC ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സീരിയസ് വകുപ്പ് നമ്മളെ ചുമത്ത് നമ്മളെ പോലീസ് കൊണ്ടുപോകും. ദെൻ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. ഓക്കെ, ക്രിമിനൽ പ്രൊസീജിയർ ഉണ്ട്. വിമൻ്റെ നമ്മുടെ ഭാര്യയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥര. ഈ അടുത്ത കാലം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കേട്ടോ. അതായത് പുരുഷനും സ്ത്രീക്കും വിവാഹപരമായ കാര്യങ്ങളിൽ തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ കൂടുതൽ പ്രൊവിഷനൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ കുട്ടികളാണല്ലോ. പക്ഷേ അതൊരു ഭയങ്കര ഈക്വൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാനത് വന്നപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ കല്യാണം കഴിച്ച് ഒത്തിരി ആൾക്കാരും ചോദിച്ചപ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയി. കാരണം അതുവരെ പുരുഷന്മാർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന പുരുഷന്മാർക്ക് മാത്രം ഒരു കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അതേ റേറ്റ് സ്ത്രീക്കും കൂടെ കൊടുത്തു. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. കോടതിയുടെ ഒരു വിധിയായിരുന്നു, ഏകദേശം 1 വർഷമായി. ഭയങ്കര റിമാർക്കബിളായിട്ടുള്ളൊരു വിധിയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പോകണ്ട. ദെൻ ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട്, ഡൈവേഴ്സ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇച്ചിരി വ്യത്യാസമൊക്കെയാണ് കുറേ കാര്യങ്ങളിൽ. അപ്പോൾ അവിടെ പുരുഷന്മാർക്കാണ് കൂടുതൽ, ആൺകുട്ടിക്കാണ് കൂടുതൽ സ്വത്തവകാശം, അതിനെക്കുറിച്ചൊക്കെ കേട്ടോ. ദെൻ ഫാമിലി കോഡ്സ് ആക്ട്, സ്പീഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫാമിലി ഡിസ്പ്യൂട്ട്സ് സ്പീഡിലായിട്ട് സെറ്റിൽ ചെയ്യണം. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട്. ഓക്കെ, സോ ഇന്ത്യയുടെ കോഡെന്ന് പറഞ്ഞാൽ ഹിന്ദു കോഡാണ് ശരിക്കും, അതാണ് യൂണിവേഴ്സൽ കോഡായിട്ട് വരേണ്ടത്. ഇൻട്രൊഡ്യൂസ് മൊണോഗാമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുരുഷന് ഒരു സ്ത്രീ, മോണോഗാമി. അത് നമ്മുടെ ഒരേ സമയത്ത് ഒരു സ്ത്രീ മാത്രമല്ല, അങ്ങനെ ഒരാളെ പാടുള്ളൂ. ദെൻ മിനിമം വേജസ് ആക്ട്, കുറച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കേട്ടോ, സ്ത്രീകൾക്കും കൂടെ അപ്ലിക്കബിളാണ്. സെക്സ്വൽ ഹാരസ്മെൻറ്റ് വിമൻ ആൻഡ് വർക്ക് പ്ലേസ്. ഓക്കെ, വർക്ക് പ്ലേസിൽ സെക്സ്വൽ ഹാരസ്മെൻറ്റ് വിമനെ നടത്താൻ പാടില്ല. വിമനെ സെക്സ്വൽ ഹാരസ്മെൻറ്റ് വർക്ക് പ്ലേസിൽ, അത് 2013 ഈ അടുത്ത കാലങ്ങളിൽ വന്നതാണ്. ഓക്കെ, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വിമൻ റൈറ്റ്സ്. ഇന്ന് നമുക്ക് കാണുന്നതായിട്ടാണ് ഈ ഒരു പാരഗ്രാഫും കൂടെ ഉള്ളത്, നമുക്ക് നോക്കാം. വിമൻ റൈറ്റിന് വേണ്ടി ഓടുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. ദി നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ടേക്ക് പാർട്ട് in several women rights issues. Women rights are enforced through multiple ways. In recent years, the constitutional and legal rights are enforced with strong supportive measures by the government. A group of government initiatives like promotion of women specific welfare program, Kudumbashree, women self-help, preservation and concession for women, women entrepreneurship promotion etc. are made to support women. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും വിമനെ പ്രൊമോട്ട് ചെയ്യുന്ന മെഷേഴ്സ് ഉള്ളൂ. അപ്പം വിമന് അതിനുള്ള അവസരങ്ങൾ ഇന്ത്യ ജനിച്ചതിൻ്റെ പേരിൽ വിമനെ ആശ്വസിക്കാം. കാര്യം പറഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ വിമർക്കെതിരെ നടക്കുന്നുണ്ടെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ വിമന് അനുകൂലമാണ്. നമ്മൾ സറൗണ്ടിങ് ആയിട്ടുള്ള പല രാജ്യങ്ങളും നോക്കണം, അവിടെയൊന്നും വിമന് റൈറ്റ് ഇല്ല, സൊസൈറ്റിയിൽ റൈറ്റ് ഇല്ല, രാജ്യത്തിനകത്തും നിയമ സംവിധാനത്തിന് റൈറ്റ് ഇല്ല. ഇവിടെ സൊസൈറ്റി നമ്മൾ കുറേയൊക്കെ നമ്മളെ വിമനെ ഭയങ്കര ഡിഫിക്കൽട്ട്, സൊസൈറ്റി വിമന് കുറേ ഡിഫിക്കൽട്ടി തരുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ. പക്ഷേ നമ്മൾ ചിന്തിക്കണം, രാജ്യത്തിനകത്ത് നമ്മുടെ റിപ്പബ്ലിക് എന്ന് പറയുന്നത് വിമന് നല്ലപോലെ റൈറ്റ് കൊടുക്കുന്നതാണ്. അത് എൻഫോഴ്സ് ചെയ്യാൻ നമ്മൾ ഓരോ സിറ്റിസണും ബാധകമാണ്, പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റി, വ്യക്തി മാത്രമല്ല കേട്ടോ, സൊസൈറ്റി. സോ ദീസ് ആർ ഓൾ അബൌട്ട് വാട്ട് വി ക്യാൻ സേ the women's right and the right and the mechanisms provided by the constitution and the governments, okay, for the protection of women right. Okay, so that's all. Thank you for listening. ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ.